അത് കാണുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു മാനസികമായ ഒരു ഐക്യവും വിഷമവും അവിടുന്ന് വിട്ടുപോയതായി ഞങ്ങൾക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല എന്നുള്ളത്. ആ ഒരു സ്നേഹപൂർവമായ ഒരു സങ്കടത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. തൊട്ടടുത്ത ദിവസം നമ്മൾ PTA യോഗം വിളിച്ച് കത്തിട്ടാകുമ്പോൾ നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പൂർണ്ണമായും അതിനെ പിന്തുണക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാ അധ്യാപകരെയും നമുക്ക് വിളിച്ചു ചേർക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തത്. വളരെയധികം സന്തോഷമുണ്ട്. ഇത്തരം ഒരു അവസരത്തിൽ നമുക്ക് ഇങ്ങനെ എല്ലാവരെയും ഒന്ന് കാണുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് ബസ് കയറാൻ വൈകി, അല്ലെങ്കിൽ ഇന്ന് ബസ്സില്ല. ശരിക്കും നോക്കിയാൽ ഒരു 10 മിനിറ്റ് നടന്നാൽ അവരുടെ സ്കൂളിലെത്തി. എന്നാലും വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്നില്ല എന്നതാണ്. കഷ്ടപ്പാട് എന്താണെന്ന് നമ്മുടെ കുട്ടികൾ അറിയുന്നില്ല. അത് അറിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ അവരെ വളർത്താൻ ശ്രമിക്കണം എന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ കഷ്ടപ്പാട് അറിഞ്ഞ് വിദ്യാർത്ഥി പഠനത്തിൽ മുന്നേറുന്ന വിദ്യാർത്ഥികളെ നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് ചിങ്ങമൊന്നിൽ കാർഷിക നിരത്തിൽ പുതിയോട്ട ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിയെ ഏറ്റവും നല്ല കുട്ടിക്കാശമായി ആദരിക്കുകയുണ്ടായി. അവൻ്റെ വീട്ടിൽ 10-12 പശുക്കൾ ഉണ്ട്. അവൻ്റെ അച്ഛനും അമ്മയും അവൻ രാവിലെ മുതൽ സഹായിക്കുന്ന ഒരവസ്ഥ. നല്ല രീതിയിൽ പശുവിനെ വളർത്താൻ, അതിനെ കുളിപ്പിക്കാൻ, അതിൻ്റെ ചാണകം വാരി വളർത്തുള്ളി ഇടാനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ആ വിദ്യാർത്ഥിയെയാണ് ചിങ്ങമൊന്നിൽ ഏറ്റവും നല്ല കർഷകമായി ആദരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അങ്ങനെ നല്ല രീതിയിൽ അധ്വാനിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെ അധ്വാനിച്ച് വളർത്തി തന്നെ നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങൾ കുട്ടികളുടെ പഠിപ്പിച്ചുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ മുന്നേറാൻ അവർക്ക് പാഠങ്ങൾ പഠിപ്പിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ സ്റ്റേജ് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ച് വളരെയധികം സന്തോഷമുണ്ട്. രാമൻ മാസ്റ്റർ സ്മാരക സ്റ്റേജ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച PTA പ്രസിഡന്റ്, മറ്റ് അധ്യാപകർ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, ആശംസകൾ അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാലം മുമ്പ് നമുക്ക് ഓർക്കാൻ കഴിയില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അതിനുള്ള വിഭവ സമാഹരണത്തിലുള്ള സാധ്യതകൾ അന്ന് വളരെ പരിമിതമായിരുന്നല്ലോ. ഇന്ന് നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല വരുമാനമുള്ള ഒരു സമൂഹം നമുക്കിടയിൽ വളർന്നു വന്നിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ പഠിച്ച വിദ്യാലയത്തോട്, ജീവിക്കുന്ന നാടിനോടുള്ളൊരു പ്രതിബദ്ധത എന്ന ഒരാശയം പരിമിതമായ അളവിലെങ്കിലും നിലനിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വയനാട് ദുരന്തമൊക്കെ വന്ന സന്ദർഭത്തിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും എത്രയെത്ര സഹായങ്ങളാണ് ഒഴുകി വന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെടുകയുണ്ടായി. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, വിദ്യാലയത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച്, നാടിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ചൊക്കെ വലിയ ധാരണയുള്ള ഒരു സമൂഹമായി നമുക്കിന്ന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ദീർഘകാലം മുമ്പേ വിരമിച്ച, പ്രായാധിക്യത്തിൽ എത്തി നിൽക്കുന്ന അധ്യാപകർ ഇവിടെ ഇരിക്കുന്നുണ്ട്. സമീപ വർഷങ്ങളിൽ സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും അധ്യാപകരായി തുടരുന്ന ആളുകളും ഈ സദസ്സിലുണ്ട്. ആരോടാണ് ഞാൻ സംസാരിക്കേണ്ടതെന്നതിനെ കുറിച്ച് എനിക്ക് അല്പം ആശയക്കുഴപ്പമുണ്ട്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ മാത്രമല്ല അധ്യാപകരുടെ മാത്രം ഒരു ചിന്താ വിഷയമായിട്ടല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇത്രയധികം ഉത്കണ്ഠപ്പെടുന്ന ഒരു സമൂഹം വേറെ ഇല്ല എന്നാണ് പറയപ്പെടുക. ഒരു വികസിത രാജ്യത്തിലും കേരളത്തെ പോലെ രക്ഷിതാക്കളുടെ ഒരു സമൂഹം, വിദ്യാഭ്യാസത്തെ കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഒരു സമൂഹം ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏത് ചെറിയ ചലനങ്ങളും വലിയ സാമൂഹ്യ ആഘാതങ്ങൾ അല്ലെങ്കിൽ സാമൂഹികമായ ചലനങ്ങൾ, അലയൊലികൾ ഉണ്ടാക്കുന്നവയാണ് എന്ന് നമുക്കറിയാം. വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ സാധാരണ നിലയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നല്ല മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രവർത്തനമാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. എല്ലാവരും യോജിക്കുന്ന ഒരു നിർവചനം, ഒരാശയം, ഒരഭിപ്രായമാണത്. നമ്മളൊക്കെയും പല രീതികളിൽ ഏത് വിഷയം പഠിപ്പിക്കുന്ന ആളാണെങ്കിൽ പോലും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത് അതുതന്നെയാണ്, നേരിട്ടല്ലെങ്കിലും. മനുഷ്യത്വമുള്ള, സ്നേഹമുള്ള, സാഹോദര്യമുള്ള ഒരു തലമുറയെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നത് ഓരോ അധ്യാപകനും
ഓരോ വിഷയം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലക്ഷ്യമിടുന്ന ഒരു കാര്യമാണ്. അധ്യാപകൻ ഒരു വിവര വിനിമയക്കാരൻ മാത്രമല്ല, അറിവ് പകർന്നു കൊടുക്കുന്ന ഒരാൾ മാത്രമല്ല എന്ന് നമുക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് ആകെ തന്നെ ഇതിനകം ബോധ്യമായി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അറിവെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് മനുഷ്യാനന്തര കാലത്താണ്. മനുഷ്യന് ശേഷമുള്ള AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് അധ്യാപകന്റെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രസക്തി കുറഞ്ഞു പോകുന്നുണ്ടോ എന്നടക്കമുള്ള ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോഴും. പറയാ എന്റെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പ്രാവശ്യം ഒരു പരിപാടിക്ക് പോയ സമയത്ത് അവിടെ ചുമരിൽ എഴുതിയൊരു വാക്യം വായിക്കുന്നുണ്ടായി, മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണ്. കുറെ മുമ്പാണ്. ഇന്ന് ചിലപ്പോൾ ഗൂഗിളിന് പകരം കുട്ടി AI എന്നായിരിക്കും എഴുതുന്നുണ്ടാവുക. അപ്പൊ ആ രീതിയിൽ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അധ്യാപകന്റെ വാക്കുകൾക്ക്, നോട്ടങ്ങൾക്ക്, ഇടപെടലുകൾക്ക് ഒക്കെ തന്നെ വലിയ പ്രാധാന്യം നൽകിയിരുന്ന കുട്ടികളുടെ ഒരു സമൂഹം ഉണ്ടായിരുന്നു, രക്ഷിതാക്കളുടെ സമൂഹം ഉണ്ടായിരുന്നു നമുക്ക് മുന്നിൽ എന്ന് നമുക്കറിയാം. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് പുതിയ കാലം വലിയ സമ്മർദ്ദങ്ങൾ, വലിയ വെല്ലുവിളികളൊക്കെ അധ്യാപകന്റെ ഓരോരുത്തരുടെയും മുന്നിൽ കൊണ്ട് നിർത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം എന്താണ്, നമ്മൾ 10 മണി മുതൽ 4 മണി വരെയാണ് ഒരു കുട്ടിയെ സ്കൂളിൽ കാണുന്നത്. ആ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഒരു കുട്ടിയെ സ്കൂളിൽ ചെലവഴിക്കുന്നതെങ്കിൽ ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും അനുഭൂതികളും ഒക്കെ അതിവേഗം മായ്ച്ചു കളയാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ആ കുട്ടിയെ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ അവന്റെ മുന്നിൽ എല്ലായ്പ്പോഴും ഉണ്ട്. എല്ലാ സമയത്തും അവൻ അത്തരം മേഖലകളുമായിട്ട് നിരന്തര ബന്ധം പുലർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന സ്നേഹത്തിന്റെ പാഠങ്ങൾ, മാനവികതയുടെ പാഠങ്ങൾ, സാഹോദര്യത്തിന്റെ പാഠങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് ചോർന്നു പോകുന്നത് കൂടി കാണേണ്ടി വരുന്ന ഒരു ദുര്യോഗം, ഒരു ദുരവസ്ഥ തീർച്ചയായിട്ടും പുതിയ കാലത്തെ അധ്യാപകർക്ക് ഉണ്ടായി വരുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ലോകത്തിന്റെ മഹാഗുരുക്കന്മാരുടെയൊക്കെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലോകത്തിന്റെ മഹാഗുരുനാഥന്മാര്, ശ്രീബുദ്ധൻ ലോകത്തിന്റെ വലിയ ഗുരുനാഥനാണ്, സ്കൂളിൽ പഠിപ്പിച്ചത് ഗുരുനാഥനായതല്ല. മഹാത്മാഗാന്ധി ലോകത്തിന്റെ ഗുരുനാഥനാണ്, അദ്ദേഹവും സ്കൂളിൽ പഠിപ്പിച്ചത് ലോകത്തിന്റെ ഗുരുനാഥനായതല്ല. യേശുക്രിസ്തുവും പ്രവാചകനായ മുഹമ്മദ് നബിയും ശ്രീനാരായണ ഗുരുവും ഒക്കെ ലോകത്തിന്റെ ഗുരുനാഥന്മാരായത് അവർ ലോകത്തിന് നൽകിയ വെളിച്ചം കൊണ്ടാണ്. അത് അറിവിന്റെ, ദർശനങ്ങളുടെ, കാഴ്ചപ്പാടുകളുടെ, ചിന്തയുടെ ഒക്കെ തന്നെ വെളിച്ചം അവർ ജീവിച്ച കാലത്ത് ഈ ലോകത്ത് പ്രസരിപ്പിച്ചു. ആ വെളിച്ചം ഇപ്പോഴും ഈ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഒരു പരിമിതി വരെയെങ്കിലും നമുക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യം. നമ്മൾ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില പ്രതികരണങ്ങൾ അതേ അർത്ഥത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന ആശങ്ക വലിയ തോതിലുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിയാം, ഒരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നു. ഒരു പെൺകുട്ടി, മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഒരു വാർത്ത വന്നത്. സ്കൂൾ തുറക്കുന്നതിന് കുറച്ച് മുമ്പ് നമുക്കറിയാം നമ്മുടെ ചന്തകൾ, മാർക്കറ്റുകൾ, ടൗണൊക്കെ ഒന്ന് സജീവമാവും. കുട്ടികൾ സ്കൂളിൽ ആവശ്യമായ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങാൻ വേണ്ടി പോകും. ബാഗും പുസ്തകവും കൊടയൊക്കെ വാങ്ങാൻ വേണ്ടി കുട്ടികൾ കൂട്ടമായിട്ട് ഓണക്കാലത്ത് ഉണ്ടാകുന്ന തിരക്ക് പോലെ ഈ ഒരു സ്കൂൾ തുറക്കുന്ന സമയത്ത് തിരക്കുണ്ടാവുന്നുണ്ട് ടൗണിലൊക്കെ. അങ്ങനെ മലപ്പുറത്ത് നിന്ന് വന്ന ഈ വാർത്തയിൽ പറയുന്നത്, ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളുടെ അച്ഛന്റെ കൂടെ അവൾക്ക് ആവശ്യമായ ചില സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിൽ നിന്നൊരു 10-20 മിനിറ്റ് ദൂരം ബസ്സിൽ യാത്ര ചെയ്തിട്ട് വേണം അവൾക്ക് അവിടെ എത്താൻ. അച്ഛനും അവളും കൂടി പട്ടണത്തിലേക്ക് ബസ് കയറി 10-20 മിനിറ്റ് യാത്ര ചെയ്ത് അവർ ടൗണിൽ ഇറങ്ങി. അവരിറങ്ങിയിട്ട് ബസ് കടന്നുപോയി. ഒരു നിമിഷം അവിടെ നിന്ന് നോക്കിയ സമയത്ത് ആ പെൺകുട്ടി ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ നിന്ന് ഒരു പാട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നതാണ്. അപ്പൊ ആ കുട്ടി ചുറ്റുപാടും നോക്കിയ സമയത്ത് റോഡിന്റെ മറുഭാഗത്ത് നിന്നാണ് ആ പാട്ട് വരുന്നത്. അവിടെ നോക്കിയപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ നിർത്തിയത് കണ്ടു. ആ ഓട്ടോറിക്ഷയ്ക്ക് അടുത്ത് ഒരു പ്രായമായ ഉമ്മ ഒരു മൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നതാണ് ഈ പെൺകുട്ടി കാണുന്നത്. അതിനടുത്ത് ഒരു സ്റ്റൂള് വെച്ചിട്ട് അതിന്റെ മേലെ ഒരു ബക്കറ്റും വെച്ചിട്ടുണ്ട്. അതിലൂടെ പോകുന്ന ചില ആളുകൾ അതിലേക്ക് കുറച്ച് കാശൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്. പെൺകുട്ടി അച്ഛൻ്റെ കൂടെ അവൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. ഏതാണ്ട് ഒരു 1/4 മണിക്കൂറിന് ശേഷം അവൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് റോഡിന്റെ മറുഭാഗത്തുള്ള വെയിറ്റിംഗ് ഷെഡിൽ ബസ് സ്റ്റോപ്പിലേക്ക് അവർ വന്ന് നിൽക്കുകയാണ്. അപ്പോഴും ആ കുട്ടി ശ്രദ്ധിച്ച കാര്യം, ആ പാട്ട് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ആ ഉമ്മ അപ്പോഴും നിർത്താതെ പാടിക്കൊണ്ടിരിക്കുക. അവള് തന്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ വാങ്ങിയ സഞ്ചി അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഇത് പിടിക്കച്ചാന്ന് പറഞ്ഞിട്ട് നേരെ ആ ഉമ്മ പാട്ട് പാടുന്നിടത്തേക്ക് നടന്നു പോവാൻ. അങ്ങനെ അവിടേക്ക് നടന്നു പോയിട്ട് ആ ഉമ്മ പാടിക്കൊണ്ടിരുന്ന പാട്ട് തീരാൻ അവള് കാത്തു നിൽക്കും.
ആ പാട്ട് തീർന്ന ഉടനെ ആ കുട്ടി ഉമ്മയുടെ അടുത്തേക്ക് പോയിട്ട് പറയും, ഉമ്മ ആ മൈക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം, നിങ്ങൾ കുറെ നേരമായില്ലേ പാട്ട് പാടുന്നത്, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പോയിട്ട് ഒരു ഗ്ലാസ് ചായയോ വെള്ളമോ മറ്റോ കുടിച്ചിട്ട് ഒന്ന് വിശ്രമിക്കുക, ഞാൻ ഇനി ഒരു പാട്ട് പാടാം എന്ന് പറഞ്ഞു. ആ പെൺകുട്ടി ആ ഉമ്മയോട് മൈക്ക് വാങ്ങിയിട്ട് ആ തെരുവിൽ നിന്ന് അതിമനോഹരമായിട്ട് ഒരു പാട്ട് പാടി എന്ന ഒരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് ചിലരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇതുപോലുള്ള ചില പ്രതികരണങ്ങൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടായി വരേണ്ടുന്ന ചില മനോഭാവങ്ങൾ കൂടി ജീവിതത്തിൽ വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പലപ്പോഴും ഇതുപോലുള്ള ചില അപൂർവമായ ചില സന്ദർഭങ്ങളെങ്കിലും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്, ഗാന്ധിജി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ കുട്ടികളുടെ വ്യക്തികളുടെ 3 മേഖലകളുടെ വികാസം സാധ്യമാകണം എന്നുള്ളതാണ്. അതിലൊന്ന് ബുദ്ധിയാണ്. നമ്മളൊക്കെ ബുദ്ധി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനം വളരെ ആത്മാർത്ഥമായി കുട്ടികൾക്ക് പാഠപുസ്തകത്തിലുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളാണ്. രണ്ടാമത്തെ H ഗാന്ധിജി പറയുന്നത് ഹൃദയമാണ്, ഹേർട്ടാണ്. ഹൃദയ വിശാലത ഉണ്ടാക്കണം നമ്മുടെ മക്കളിൽ എന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ വ്യത്യസ്തമായ വഴികൾ തുറക്കാൻ വലിയ മാതൃകകൾ കാണിച്ച ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. സാഹിത്യത്തിന്റെ, കലയുടെ, സർഗാത്മക പ്രവർത്തനങ്ങളുടെ, മാനവികമായ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്കൂളുകളിലൊക്കെ വലിയ ത്യാഗങ്ങൾ സഹിച്ചിട്ട് പോലും നമ്മൾ പലപ്പോഴും ഏറ്റെടുത്ത് നടത്തുന്നത് കുട്ടികൾക്ക് ഇതുപോലുള്ള വൈവിധ്യമാർന്ന അനുഭവങ്ങൾ പഠനത്തോടൊപ്പം ലഭ്യമാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു ക്ലാസ് മുറിയിൽ നമ്മുടെ കുട്ടികളോട് നിങ്ങൾക്ക് ആരായി തീരണം എന്ന ചോദ്യത്തിന് ഒരു കുട്ടിയും എനിക്കൊരു കൃഷിക്കാരനാകണം എന്ന ഉത്തരം പറയാനിടയില്ല. അങ്ങനെ ഒരു കുട്ടി പറഞ്ഞാൽ അവരുടെ അച്ഛനമ്മയും അവന് വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ അധ്വാനശീലത്തോട്, പ്രകൃതിയോട്, ചുറ്റുപാടിനോട്, മണ്ണിനോട് തീർച്ചയായിട്ടും ആഭിമുഖ്യമുള്ളവരായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വളരാൻ പുതിയ കാലത്ത് കഴിയുന്നുണ്ടോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടശ്ശേരിയുടെ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും വന്ന കവിതയിൽ ഒരു ഭാഗമുണ്ടല്ലോ, കുട്ടി ഇങ്ങനെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് കുട്ടിയുടെ ഇന്നലെ വരെയുള്ള കൂട്ടുകാരൻ പക്ഷികൾ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് അച്ഛൻ കാണുന്നത്. അപ്പൊ എന്നിട്ട് കുട്ടിയോട് പറയും, അല്ല നീ സ്കൂളിൽ പോകുന്ന കാര്യം ഇവരോട് പറഞ്ഞില്ലേ, നിന്നെയും കാത്തു പതിവു പോലെ വന്നിരിക്കുന്നുണ്ടിടം കിളികൾ, ശ്രേഷ്ഠരവരോട് യാത്ര ചൊല്ലൂ, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. അല്ല, നീ സ്കൂളിൽ പോകുന്ന കാര്യം നിന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടില്ല, അതാ അവർ ഇന്നലത്തെ പോലെ തന്നെ നിന്നോടൊപ്പം കൂട്ടുകൂടാൻ ഇവിടെ വന്ന് നിൽക്കുകയാണല്ലോ, എന്നേ അവരോട് പറയാതിരുന്നത്. പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ, നിനക്ക് അവരുടെ ഭാഷയും അവർക്ക് നിന്റെ ഭാഷയും അറിയാമല്ലോ, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നവരല്ലേ. എന്നിട്ട് ഒരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. എന്താണ്? നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. നാവിൽ നിന്ന് അപ്പോഴേ പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ട് വരുന്നു മന്ദം, നാവിൽ നിന്ന് അപ്പോഴേ പോയി കഴിഞ്ഞു നാനാ ജഗൻ മനോരമ്യ ഭാഷ. നീ സ്കൂളിലൊക്കെ പോയിട്ട് ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. ഈ പക്ഷികളുടെ ഭാഷ നിനക്ക് മനസ്സിലാവില്ല, നിന്റെ ഭാഷ അവർക്ക് മനസ്സിലാവില്ല. എന്നിട്ട് കവി തന്നെ പറയുന്നുണ്ട്, പുസ്തകജ്ഞാനം അവരെ മർത്യപുത്രരും തിര്യക്കുമാക്കി മാറ്റി എന്നാണ്. പുസ്തകജ്ഞാനം നിങ്ങളെ മനുഷ്യരായിട്ടും അവരെ നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചില ആളുകളുമാക്കിയിട്ടും മാറ്റുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയായി വരികയാണ്. പഠിച്ച് നമ്മൾ മണ്ണിൽ നിന്നും സമൂഹത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഒക്കെ അടർന്ന് മാറി അകന്നു നിൽക്കുന്ന ഒരു അന്യഗ്രഹ ജീവികളുടെ ഒരു പുതിയ തലമുറ എന്ന രൂപത്തിൽ നമുക്കിപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ പല പരിപാടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 15 വയസ്സിന് 16 വയസ്സിന് മേലെയുള്ള കുട്ടികളെ ഒരിടത്തും നമുക്ക് കാണാൻ കിട്ടാറില്ല. അവരെ കാണുന്നത് ചിലപ്പോൾ അവർ പഠിക്കുന്നിടത്തേക്ക് കൊണ്ടുവരും. നമ്മൾ വിളിക്കുന്നിടത്തേക്ക് വരാത്ത ഒരു തലമുറ തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. അവരെ കുറ്റം പറയുന്ന അർത്ഥത്തിലല്ല ഞാനിത് പറയും. ാത്തവരെ നരന്റെ ആകാരമാർന്ന് ഇവിടെ നിങ്ങൾ ജനിച്ചിടായിരുന്നു. ഒരർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന് ലക്ഷ്യമായിട്ട് മാറേണ്ടത് നമ്മുടെ കുട്ടികളെ ലോകാനുരാഗമുള്ളവരാക്കി മാറ്റുക. എന്താണ് ലോകാനുരാഗം? ലോകത്തോടുള്ള പ്രേമം എന്ന അർത്ഥത്തിൽ ലോകത്തോടുള്ള പ്രതിബദ്ധത എന്നതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ മനുഷ്യരായി ജനിക്കുന്ന ഓരോരുത്തർക്കും ഈ ലോകത്തോട്, നാടിനോട്, ചുറ്റുപാടിനോട്, പ്രകൃതിയോട്, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു മനസ്സോടുകൂടി വളരാൻ കഴിയണം. അതിന് സഹായകമാകുന്ന പ്രവർത്തനമായിട്ട് വിദ്യാഭ്യാസ പ്രക്രിയ മാറണം എന്നുള്ളത് നമ്മൾ എല്ലാ കാലത്തും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് പക്ഷെ പലപ്പോഴും വേണ്ടത്ര നമുക്ക് നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട്, നമ്മുടെ വിദ്യാലയ അന്തരീക്ഷത്തിൽ നമ്മൾ നൽകുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വേണ്ടത്ര സാധിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം കൂടി ഇതുപോലൊരു കാലത്ത് പ്രസക്തം. തീർച്ചയായിട്ടും പുതിയ കാലത്ത് നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അടുത്ത സമീപ കാലങ്ങളിലൊക്കെ
നമുക്കറിയാം, നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്നൊക്കെ ഈ തരത്തിലുള്ള ഉത്കണ്ഠകളാണ് നമ്മൾ തീർച്ചയായിട്ടും പങ്കുവെക്കുന്നത്. അടുത്ത കാലത്ത് ഈ പുതിയ കാലം നമുക്കറിയാം ശുദ്ധമായി കലുഷമായി പ്രവഹിക്കുന്നു, കാലം എത്രയും അസ്വസ്ഥമാണ് ഉലകം എന്ന കവിവാക്യം അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ലോകം. ഓരോ ദിവസവും ഇന്ന് എന്ത് വേദനകളാണ്, ഏത് സങ്കടങ്ങളാണ് ഇന്ന് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഓരോ ദിവസത്തെയും അഭിമുഖീകരിക്കാൻ തയ്യാറെടുക്കുന്നത്. കലണ്ടർ നാളെയുടെ നരകപടം എന്ന് കവി ബാലേന്ദ്രൻ ചുള്ളിക്കാട് എഴുതുന്നുണ്ട്. ഓരോ വർഷം കഴിയുന്നതും കലണ്ടറിലെ അക്കങ്ങളുടെ കണക്കെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മളെ വേവലാതിപ്പെടുത്തിയ, ഉത്കണ്ഠപ്പെടുത്തിയ ദിവസങ്ങളായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. വളരെ പരിമിതമായ ആഹ്ലാദ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ മാത്രമേ പുതിയ കാലത്ത് നമുക്ക് കഴിയുന്നുള്ളൂ. എന്താ കാരണം? ലോകത്ത് കരുണയുടെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ഉറവകൾ മെല്ലെ മെല്ലെ വറ്റിക്കൊണ്ടിരിക്കുന്നു. അടുത്ത കാലത്താണ് മാതൃഭൂമിയിൽ ഒരു കഥ വായിച്ചത്. ആ കഥയിൽ 2-3 അനുഭവങ്ങൾ. ഒരു പള്ളിയിലെ ഒരു ഫാദർ ഒരു ദിവസത്തെ സുവിശേഷ പ്രസംഗം നടത്തുന്നതിനിടയിൽ എന്തിനൊക്കെയാണ് നാം പുകഴ്ത്തേണ്ടത് എന്ന് ഇങ്ങനെ പറയാണ്. അതില് അദ്ദേഹം പറയുന്ന 2-3 കഥകൾ വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളിലാണ് അദ്ദേഹം ഊന്നുന്നത്. അതിലൊന്നാമത് ഒരു കുട്ടിയാണ്. അച്ഛനും അമ്മയും വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. വീട്ടിലെ പരിമിതമായ ദാരിദ്ര്യം നിറഞ്ഞ കുടുംബ പശ്ചാത്തലത്തിലാണ് ഈ കുട്ടി വളരുന്നത്. അങ്ങനെ ഈ കുട്ടിക്ക് വീട്ടിൽ അവൻ വളരെ ഇഷ്ടത്തോടെ വളർത്തുന്ന ഒരു ആട്ടിൻകുട്ടിയുണ്ട്. വളരെ ഇഷ്ടമാണ്. രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പും തിരിച്ചു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും അവൻ കൂടുതൽ സമയം ചെലവഴിക്കുക ഈ ആട്ടിൻകുട്ടിയുടെ കൂടെയാണ്. അങ്ങനെ ഒരു ദിവസം ഇവൻ സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോഴേക്കും ഈ ആട്ടിൻകുട്ടിയെ കാണുന്നില്ല. വീട്ടിന്റെ ചുറ്റുപാടും പറമ്പിലും സാധാരണ കാണാവുന്ന വീടുകളിലൊക്കെ ഇവൻ അന്വേഷിക്കും, പക്ഷേ കാണുന്നില്ല. കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അച്ഛനും അമ്മയും ചേർന്നിട്ട് ഈ ആട്ടിൻകുട്ടിയെ വിറ്റു കളഞ്ഞു എന്നുള്ളത്. അതൊരു വല്ലാത്ത ഷോക്കായി. അവൻ വല്ലാതെ നിലവിളിക്കാൻ വേണ്ടി തുടങ്ങി. അച്ഛനും അമ്മയും അവനെ കുറെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് മോനെ, നിനക്ക് വരുമ്പോഴേക്കും ഇപ്പൊ കഞ്ഞി വെക്കാനുള്ള ഒരു വക പോലും ഇവിടെ ഉണ്ടായില്ല, അതുകൊണ്ടാണ് അത് ചെയ്യേണ്ടി വന്നത്. അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവനത് താങ്ങാനാവുന്നില്ല. ആ ആട്ടിൻകുട്ടിയെ വിൽപ്പന നടത്തിയ ആളുടെ വീട്ടിലേക്ക് ഈ കുഞ്ഞ് അച്ഛനെയും കൂട്ടിയിട്ട് പോവാണ്. അവിടെ പോയിട്ട് അതിനോടുള്ള സ്നേഹാധിക്യം പ്രകടിപ്പിക്കുകയും ആട് ഈ കുഞ്ഞിനോടും ഈ കുഞ്ഞ് ആടിനോടും ഒക്കെ കെട്ടിപ്പിടിച്ചിങ്ങനെ കുറേ നേരം ചെലവഴിക്കുകയൊക്കെ ചെയ്യും. തിരിച്ച് വീട്ടിലേക്ക് വരാൻ കൂട്ടാക്കിയില്ലെങ്കിലും അവനെ പിടിച്ചു വലിച്ച് അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുവരും. അടുത്ത ദിവസം തിങ്കളാഴ്ച രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിയിട്ട് പോകുന്നത് ആ വീട്ടിലേക്കാണ്, അവന്റെ ആടുള്ള വീട്ടിലേക്കാണ്. ആടിനെ തിരിച്ചു തരണമെന്ന് ആ വീട്ടുകാരനോട് ഈ അച്ഛനടക്കം ആവശ്യപ്പെട്ടിട്ടും അയാൾ ഇത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. തുടർന്നുള്ള 4-5 ദിവസം, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഈ കുട്ടി സ്കൂളിലേക്ക് പോകാതെ ആ വീട്ടിൽ പോയിട്ട് ആ ആടിന് പുല്ല് കുറച്ചു കൊടുക്കുകയും രാവിലെ കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആ ആടിനൊപ്പം തന്നെ നിൽക്കുകയാണ്. അവസാനം ആ വീട്ടുകാർക്ക് തോന്നി ഈ കുഞ്ഞിന്റെ സ്നേഹത്തിന് മുന്നിൽ നമ്മൾക്ക് തോറ്റു പോകേണ്ടി വരും എന്ന്. അവസാനം ആ വീട്ടുകാര് ആ കുഞ്ഞിന് ആ ആടിന്റെ കയറടിച്ചു കൊടുക്കുന്നു. ഒരു തുണ്ട് പ്ലാവിലയും കുറിച്ചിട്ട് ആ കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്ത് അവനോട് ഇതിനെ കൊണ്ടുപോയിക്കൊള്ളാൻ വേണ്ടി പറയാം. എന്നിട്ട് പിതാവ് അവിടെ വന്നിട്ടുള്ള വിശ്വാസികളോട് പറയും, സ്നേഹം ശ്രേഷ്ഠമാകുന്നു എന്ന് എല്ലാവരും പറയുന്നു. അപ്പൊ അവിടെ കൂടിയുന്ന വിശ്വാസികളൊക്കെ സ്നേഹം ശ്രേഷ്ഠമാകുന്നു എന്ന് പറയും. രണ്ടാമത്തെ കഥയിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. അതിൽ ദാരിദ്ര്യം നിറഞ്ഞ ഒരു വീട്ടിൽ നിന്ന് സാധാരണയായിട്ട് കടം വാങ്ങുന്ന ഒരു കടയിലേക്ക് ഒരു മനുഷ്യൻ തൻ്റെ ചെറിയ മകനെയും കൂട്ടിയിട്ട് പട്ടിണി മാറ്റാനുള്ള ശരി കിട്ടുമെന്നൊക്കെ നമ്മൾ പോവാണ്. അങ്ങനെ ഈ കടക്കാരൻ എന്തായാലും വരി കൊടുക്കൂല, ചീത്ത വിളിക്കും, അച്ഛനെ ശാസിക്കും, അച്ഛനെ നാണക്കേടാക്കും എന്ന് ഈ കുട്ടിക്ക് അറിയാം. അതുകൊണ്ട് ഈ കുട്ടി അച്ഛന്റെ കൂടെ കടയിലെ വരാന്തയിലേക്ക് പോകുന്നില്ല. കുട്ടി കുറച്ചപ്പുറത്ത് ഒരു കാടിൽ മറഞ്ഞിങ്ങനെ നിൽക്കും. അച്ഛൻ മാത്രം മനസ്സില്ലാ മനസ്സോടെ ഈ സഞ്ചിയുമായിട്ട് കട വരാന്തയിൽ പോയി നിൽക്കും. കട അയാളിങ്ങനെ അടച്ചു പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. കടക്കാരന്റെ മുന്നിൽ പോയിട്ട് ഇയാൾ പറയും, കുറച്ച് അരി തരണം, വേറെ ഗതി ഇല്ലാത്തത് കൊണ്ടാണ്. അച്ഛൻ ഇടയ്ക്കിടെ ആ കാട്ടിനുള്ളിലേക്ക് ഇങ്ങനെ നോക്കുന്നത് കാണും കടക്കാരൻ. അപ്പൊ കടക്കാരൻ ചോദിക്കും, എന്താണ് നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നത്? അപ്പൊ പറയും, എന്റെ മകൻ ഇവിടെ നിൽക്കുന്നുണ്ട്, അവൻ ഇങ്ങോട്ട് വരാൻ പേടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇയാൾ പറയും, അവനെ ഇങ്ങോട്ട് വിളിക്കും. അച്ഛൻ മകനെ ഇങ്ങോട്ട് വിളിക്കും. ആ കടക്കാരൻ ആ സഞ്ചി വാങ്ങിയിട്ട് അയാൾക്ക് ആവശ്യമുള്ള അരി അതിൽ അളന്നെടുത്ത് കൊടുക്കും. ഈ കുഞ്ഞിന് ആ ഭരണിയിൽ നിന്ന് ഒരു മിഠായിയും എടുത്ത് കൊടുക്കും. എല്ലാവരും അത്ഭുതപ്പെടും. അവർ സന്തോഷത്തോടെ തിരിച്ചു പോകും. അപ്പോൾ അച്ഛൻ വിശ്വാസികളോട് പറയും, ഒരിക്കൽ കൂടി പറയൂ, കാരുണ്യം ശ്രേഷ്ഠമാണ് എന്ന്.
അങ്ങനെ അവിടെ കൂടി നിന്ന ആളുകളൊക്കെ പറയും കാരുണ്യം ശ്രേഷ്ഠമാണ്. അടുത്തൊരു കഥയിലേക്ക് അച്ഛൻ കടക്കും. രണ്ട് ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ അവരുടെ നാട്ടുകാരനായ മറ്റൊരാളുടെ വീട്ടിൽ മകളുടെ കല്യാണത്തിന് പോവാണ്. നിങ്ങൾ ചിലപ്പോൾ കഥ വായിച്ചവരുണ്ടാവുമായിരിക്കും. കല്യാണത്തിന് പോയി അവിടെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കല്യാണത്തിന്റെ മുഹൂർത്ത സമയം അടുത്തു കഴിഞ്ഞു. വരനും പാർട്ടി വരേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ടും അവർ വരുന്നത് കാണുന്നില്ല. വധു അവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഇടുത്തിയെ പോലെ ഒരു വാർത്ത വരുന്നത്. ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടയാള് അയാൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരാളെയും വിവാഹം കഴിച്ച് ഇന്നലെ തന്നെ പോയി കഴിഞ്ഞു. ആ കുട്ടിയുടെ കുടുംബമാകപ്പാടെ വലിയ ഞെട്ടലിലായി. ശോകമൂകമായ ആ ഗൃഹാന്തരീക്ഷത്തിൽ ഈ രണ്ട് ചെറുപ്പക്കാരെ തമ്മിൽ പരസ്പരം ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അതിലൊരാൾ മറ്റൊരാളോട് പറഞ്ഞു, നീ പോയി സംസാരിക്കുക അയാളോട്. അപ്പൊ ഈ കൂട്ടുകാരന് വേണ്ടിയിട്ട് മറ്റേയാള് ഈ പെൺകുട്ടിയുടെ അമ്മാവനോട് പോയി സംസാരിക്കും. ഇതാ ഈ ജോൺസൺ ഉണ്ടല്ലോ, അവൻ തയ്യാറാണ് അവളെ കല്യാണം കഴിക്കാൻ. നിങ്ങൾക്ക് അതിൽ വല്ല പ്രയാസവും ഉണ്ടോ എന്ന് ചോദിക്കും. പ്രയാസമൊന്നുമില്ല, നമ്മൾ അതിന് ഒരുക്കമാണ്. ഇപ്പോഴീ ഒരു പ്രതിസന്ധിയെ നമ്മൾക്ക് മറികടക്കാൻ കഴിയുമല്ലോ എന്ന് ആ അമ്മാവൻ പറയും. എന്നിട്ട് ചോദിക്കും, എത്ര വയസ്സായി പെണ്ണിന്? പറഞ്ഞത് കേട്ടപ്പോൾ ജോൺസണേക്കാൾ 8 വയസ്സ് അധികമാണ് ഈ പെൺകുട്ടിക്ക്. അപ്പൊ ഈ സുഹൃത്ത് പറഞ്ഞു, ഒന്നാതിനെ വേണ്ട, ഇത്രയും അധികമുണ്ടോ വയസ്സ് എന്ന് ചോദിക്കും. അങ്ങനെ തിരിച്ച് ഈ ചെറുപ്പക്കാരൻ സുഹൃത്തായിട്ടുള്ള ജോൺസൺ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇവിടെ വേണ്ട, 8 വയസ്സായിട്ട് അധികമുണ്ട്. അവർക്ക് എതിർപ്പൊന്നുമില്ല. അപ്പൊ ജോൺസൺ പറഞ്ഞു, 8 അല്ല 10 ആയാലും ഞാനത് ഒരുക്കമാണ് എന്ന് പറഞ്ഞിട്ട് ജോൺസൺ അവിടെ വന്നിട്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കും. അപ്പോ അച്ഛൻ വിശ്വാസികളോട് പറയും, സ്നേഹം ശ്രേഷ്ഠമാണ് എന്ന് എല്ലാവരും ഒരിക്കൽ കൂടി പറയൂ എന്ന് പറയും. എല്ലാവരും അത് കേട്ട് പറയും. അവസാനത്തെ ഒരു ചെറിയ സന്ദർഭം കൂടിയാണ് അച്ഛൻ അതിൽ പറയുന്നത്. പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ പള്ളി മുറ്റത്ത് അപ്പോൾ ഒരു ചെറിയ അപകടം പറ്റിയിട്ട് ഒരു മോട്ടോർ ബൈക്കിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വീണിട്ട് അവിടെ കിടന്ന് അബോധാവസ്ഥയിൽ കിടക്കുക. അയാളെ നെറ്റി പൊട്ടിയിട്ട് ചോര ഒഴുകുന്നുണ്ട്. ആരും അദ്ദേഹത്തെ എടുക്കാനോ ഉണ്ടാക്കാനോ തയ്യാറായില്ല. 2 ചെറുപ്പക്കാരൻ അവരെ കയ്യിൽ വണ്ടി വാഹനവും ഇല്ലാത്തതുകൊണ്ട് അവർ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് നാൻസിയും അദ്ദേഹത്തിന്റെ അവരുടെ ഭർത്താവായിട്ടുള്ള റോയിച്ചനും 2 കുട്ടികളും ഇറങ്ങി വരുന്നത്. നാൻസി ഗർഭിണിയാണ്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവര് പള്ളിമുറ്റത്ത് നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് റോഡരികിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്ന് ഒരാളവിടെ വീട് കിടക്കുന്നത് ഇവരെല്ലാവരും കാണുന്നത്. ഈ റോയിച്ചൻ എന്ന് പറയുന്ന മനുഷ്യൻ വേഗം പോയിട്ട് തന്നെ വാഹനം തുറക്കാൻ വേണ്ടി കുടുംബത്തെയും കൂടി പോകാൻ കഴിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ നാൻസി വിളിക്കും, റോയിച്ചൻ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇത് നോക്കിയാട്ടെ, ഇദ്ദേഹത്തെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടെത്തിക്കുന്നു. റോയിച്ചൻ തയ്യാറാകെ, എന്തിനാ അതൊക്കെ അവിടെ നിന്ന് ആരെങ്കിലും ചെയ്തോളൂ, നമുക്ക് പോകാമെന്ന് പറയും. പക്ഷേ നാൻസി വിടില്ല. നിങ്ങൾ ഈ പള്ളിക്കൊക്കെ അകത്ത് കയറിയിട്ട് പ്രാർത്ഥിച്ചു, പിന്നെ എന്താ കാര്യം? ഇതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന, നിങ്ങൾ ഇത് ചെയ്യും, ഞാൻ ഓട്ടോ ആദ്യം വീട്ടിലേക്ക് പോയിക്കൊള്ളുന്നു. അങ്ങനെ ഗർഭിണിയായ ഈ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി റോയിച്ചൻ ആ വീട് കിടക്കുന്ന അബോധാവസ്ഥയിലെ ചെറുപ്പക്കാരനെ സ്വന്തം വണ്ടിയിൽ കയറ്റിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകും. നേരത്തെ കാത്ത് അവിടെ നിന്നിരുന്ന 2 മനുഷ്യരും അവരുടെ കൂടെ കയറും. അവിടെ വീണ്ടും അച്ഛൻ പറയും, കാരുണ്യം ശ്രേഷ്ഠമാണ് എന്ന് എല്ലാവരും പറയുന്നു. നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരുട്ടിനെ അല്ലെ വെളിച്ചത്തെ, പടർന്നുകൊണ്ടിരിക്കുന്ന ഇരുട്ടിനെ കുറിച്ചുള്ള വേവലാതികൾ പുതിയ കാലത്ത് ഇതുപോലുള്ള സാഹിത്യവും കലയും അതുപോലെ തന്നെ മറ്റ് സർഗാത്മക പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സിനിമയിലായാലും കഥയിലായാലും നോവലിലായാലും നമ്മൾ ജീവിക്കുന്ന കാലത്തെ കുറിച്ചുള്ള ഉത്കണ്ഠകളാണ് പങ്കുവെക്കപ്പെടുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. മഹനീയ സദസ്സിലുള്ള പ്രിയപ്പെട്ട നമ്മുടെ കണ്ണൻ മാസ്റ്ററെ ആദരിക്കുന്നു, സ്നേഹാദരം അറിയിക്കുന്നു. ഗോവിന്ദ മാസ്റ്റർ നമ്മുടെ ഈ സ്കൂളിന്റെ മുൻ അധ്യാപകനായിട്ടുള്ള അറിയിക്കുകയാണ്. ശ്രീ ഭാസ്കരൻ മാസ്റ്റർക്ക് പ്രിയപ്പെട്ട ഗുരുശ്രേഷ്ഠർ ഭാസ്കരൻ മാസ്റ്റർക്ക് സ്നേഹാദരം അറിയിക്കുകയാണ്. വിജയൻ മാസ്റ്റർ അധ്യാപക ഗുരുശ്രേഷ്ഠരെ ഈ ചടങ്ങിൽ ആദരിക്കുന്നു. നിർവഹിക്കുകയാണ്. ഏറ്റവും മഹനീയമായ ഒരു ചടങ്ങിന് ഈ പൂർവാധ്യ അധ്യാപക സംഗമം വേദി സാക്ഷ്യം വഹിക്കുന്നു. ലക്ഷ്മി സ്നേഹാദരം ഏറ്റുവാങ്ങുന്നു. ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം നമ്മുടെ ഗുരുശ്രേഷ്ഠർക്ക് ഈ സ്കൂളിന്റെ ആദരം അർപ്പിക്കാനുള്ള ശ്രീ മാധവൻ മാസ്റ്റർ, MAP ഭാസ്കരൻ മാസ്റ്റർ, MAP നമ്മുടെ മാസ്റ്റർക്ക് സ്നേഹാദരം അർപ്പിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട MAP
രതി ടീച്ചർ, TK രതി ടീച്ചർ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നു. സോമൻ മാസ്റ്റർ, സോമൻ ആന്റണി മാസ്റ്റർ, സോമൻ മാസ്റ്റർക്കുള്ള സ്നേഹാദരം. പെട്ടെന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകർ പലരും ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങാൻ വരുന്നു. സ്കൂളുമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇതിലൊരു പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു ടീം വർക്കായി പ്രവർത്തിക്കുകയാണ്. ഒന്ന് രാവിലെ വന്നിട്ട് പോകാൻ ഒരു മനസ്സാണ് എന്നെ എത്തിച്ചത്. പക്ഷെ പുത്തികയിലെ കാത്തിരിക്കുന്ന സദസ്സിനെ ഞാൻ മറന്നുപോയി. അതിനിടെ അധ്യക്ഷൻ വന്നിട്ട് പറഞ്ഞു, ആദരവ് കൂടി നടത്തിയിട്ട് പോകാൻ പാടില്ല, കുടുങ്ങിയത്. അതെന്തായാലും പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ 1ാം ക്ലാസ്സിൽ മാത്രമേ ഇവിടെ പഠിച്ചിട്ടില്ല. പക്ഷെ എല്ലാവർക്കും പഠിപ്പിച്ച അധ്യാപകരെ ഒരിക്കലും മറക്കില്ല. പക്ഷെ ഞാൻ 9 സ്കൂളിലാണ് 10 കൊല്ലം പഠിച്ചത്. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി എൻ്റെ കയ്യിലിരിപ്പ് എന്തായിരിക്കും. ഞാൻ പ്രീഡിഗ്രിക്ക് പഠിപ്പിച്ച മാഷയാണ് ഞാൻ അവസാനമായിട്ട് ആദരിച്ചത്. ബാലകൃഷ്ണൻ മാഷ എന്നെ പ്രീഡിഗ്രിക്കാണ് പഠിപ്പിച്ചത്, മാത്സ്. പക്ഷെ എല്ലാ അധ്യാപകർക്കും എന്നെ ഓർമ്മയുണ്ട്. ഇവിടെ രണ്ടാലും പറയും ഞാൻ പഠിപ്പിച്ചെന്ന് പറയുമ്പോൾ. കാരണം ഈ സ്കൂളിൽ ഏതാണ്ട് താലൂക്കിലെല്ലാം ഞാൻ പഠിക്കേണ്ടിരുന്നില്ല. ഈ താലൂക്കിലെ എല്ലാ സ്കൂളിലും ഏതാണ്ട് ഞാൻ പഠിക്കുന്നു. അത് എനിക്ക് നല്ല ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കാരണം നെഹ്റു കോളേജിൽ എത്തിയിട്ടാകുമ്പോൾ എന്നോട് എല്ലാവരും എൻ്റെ ക്ലാസ്മേറ്റ് ആക്കി. ഏതാണ്ട് എല്ലാ കുട്ടികളും എൻ്റെ ഒന്നിച്ച് പഠിച്ചവരാണ്. അപ്പോൾ 1ാം ക്ലാസ്സിൽ ലക്ഷ്മി ടീച്ചർക്ക് പഠിപ്പിച്ച അതൊരിക്കലും മറക്കാൻ കഴിയില്ല അല്ലേ. സംസാരിക്കേണ്ട ഒരു സമയമില്ലാതെ എനിക്ക് വീണ്ടും ദീർഘമായ ഒരു പ്രസംഗം നടത്താനോ പ്രസംഗം നടത്താനോ പറ്റുന്നില്ല. നമ്മൾ മറന്നിട്ടില്ല പഠിപ്പിച്ചു. 1ാം ക്ലാസ് പഠിപ്പിച്ച പാഠം പോലും മറന്നിട്ടില്ല. കുഞ്ചിയമ്മക്കഞ്ചു മക്കളാണ്, 5ാമൻ ഓമന കുഞ്ചുവാണ്, 5 വിറ്റു നടന്നു കുഞ്ചു എന്നാണ് ലക്ഷ്മി